ഒരായുസിന്റെ പ്രണയത്തെ വിധി രണ്ടാഴ്ചയിലേക്ക് ചുരുക്കി. 8 വർഷത്തെ പ്രണയത്തിനു ശേഷം കഴിഞ്ഞ നവംബർ 30 ഒന്നിച്ച നിഖിലിന്റെയും അനുവിന്റെയും ജീവിതത്തിന് പാതിവഴിയിൽ അവസാനം. അനുവിന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട വീടുകളിൽ തളം കെട്ടി നിൽക്കുന്നത് 4 മരണങ്ങളുടെ സങ്കടം. അടുത്ത മാസം നിഖിലിനൊപ്പം കാനഡയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു അനു. 2 ആഴ്ച മുൻപ് നടന്ന കല്യാണത്തിന്റെയും ഇടവക പെരുന്നാളിന്റെയും സന്തോഷം മാറും മുൻപ് അപ്രത്യക്ഷമായെത്തിയ വിയോഗങ്ങളിൽ പകച്ചിരിക്കുകയാണ് ഇരു കുടുംബങ്ങളും നാടും. അപകട വാർത്ത അറിഞ്ഞതു മുതൽ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും നിഖിലിന്റെ വീടായ പുത്തേതുടിയിലേക്ക് അനുവിന്റെ വസതിയായ പുത്തൻവിള കിഴക്കേതിലേക്കും ഒഴുകിയെത്തി. ഇരു വീടുകളും തമ്മിൽ 1 കിലോമീറ്റർ മാത്രം ദൂരം. പൊന്നുമക്കളായിരുന്നു പാവങ്ങൾ. മല്ലശ്ശേരിക്കാർക്ക് ഇരുവരെപ്പറ്റി പറയാനുള്ളത് നല്ല ഓർമ്മകൾ മാത്രം. കല്യാണത്തിന്റെ ആഘോഷങ്ങൾ തീർന്നപ്പോൾ പെരുന്നാളിന്റെ ആഘോഷം തുടങ്ങിയിരുന്നു. ഒരേ ഇടവകയായതിനാൽ കല്യാണശേഷമുള്ള ആദ്യ പെരുന്നാൾ ഇരുവരും ഗംഭീരമായി ആഘോഷിച്ചു. കഴിഞ്ഞ 7-നും 8-നുമായിരുന്നു പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാൾ. പള്ളിയിലെ കൊയറിൽ അംഗങ്ങളായിരുന്നു ഇരുവരും. അനു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ചിരുന്നു. അപകടത്തിൽ മരിച്ച നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പൻ മസ്കറ്റിലായിരുന്നു. 1 വർഷം മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. അനുവിന്റെ പിതാവ് ബിജു സൈനികനായി വിരമിച്ച ശേഷം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു. ഏവർക്കും പ്രിയപ്പെട്ടവർ കോന്നി പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയിലെ ഏവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു അന്തരിച്ച നിഖിലീപ്പനും അനൂപിച്ചുവും. ഇരുവരും വിവാഹിതരാകുന്നതിന് മുൻപ് തന്നെ വർഷങ്ങളായി മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് യൂണിറ്റ് ഭാരവാഹികളായിരുന്നു. ഇടവകയിലെ ഗായക സംഘത്തിലെ അംഗമായിരുന്നു അനൂപിച്ചു. ഏവരോടും സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കൊണ്ട് തന്നെ ഇവർ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. പ്രായമായ ആളുകളോടുള്ള സ്നേഹം പുതുക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്ന ആളായിരുന്നു നിഖിൽ. ഇടവകയിലെ പൊതുകാര്യങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു ഇരുവരും. സൺഡേ സ്കൂൾ അധ്യാപികയായും അനു പ്രവർത്തിച്ചിരുന്നതായി ഇടവക അംഗങ്ങൾ പറയുന്നു. മല്ലശ്ശേരി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നിഖിൽ 1 മുതൽ 10 വരെ പഠിച്ചത്. മൈലപ്പുറം മൗണ്ട് ബദനി സ്കൂളിലാണ് 10 വരെയും അനുവും പഠിച്ചത്. ബിരുദ പഠനം പത്തനംതിട്ട കാതോലിക് കോളേജിലും മാർത്താണ്ഡം കോളേജിലും പൂർത്തിയാക്കി. മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദത്തിനു ശേഷം കാനഡയിൽ പോയി കോഴ്സ് പാസ്സായാണ് ജോലിയിൽ പ്രവേശിച്ചത്. അപകടത്തിൽപ്പെട്ട കാറിൽ നിഖിലിന്റെയും അനുവിന്റെയും കല്യാണക്കുറിയും ഉണ്ടായിരുന്നു. പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് കല്യാണക്കുറി കണ്ടെത്തിയത്. നവംബർ 30 ഇരുവരുടെയും വിവാഹം. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ഇന്നലെ മുതൽ ഒട്ടേറെ പേർ പുതിയതായി കാണുന്നുണ്ട്. വിവാഹാശംസകൾ വരേണ്ട കമന്റ് ബോക്സിൽ ഇപ്പോൾ അനുശോചന സന്ദേശങ്ങൾ നിറയുകയാണ്. പുലർച്ചെ ഉറക്കത്തിലായിരുന്ന അനു ജോർജ് വലിയ ശബ്ദം കേട്ടാണ് ഉണരുന്നത്. അമ്മയുടെ കരച്ചിലും കേട്ടു. സ്വപ്നമാണെന്നാണ് ആദ്യം കരുതിയത്. തുടർന്ന് എണീറ്റ് ഗേറ്റ് തുറന്നു നോക്കുമ്പോൾ കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറിയ നിലയിൽ കണ്ടു. തീർത്ഥാടകർ ബസ്സിൽ നിന്നിറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കാറിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ കൂടലിൽ നിന്ന് സാന്ത്വനം എന്ന ആംബുലൻസ് വരുത്തി. കാറിന്റെ ഡോർ തുറക്കാൻ കഴിയാതിരുന്നതിനാൽ ആംബുലൻസിന്റെ ഡ്രൈവർ വിഷ്ണു ലീവർ ഉപയോഗിച്ച് ചില്ല് തകർത്തു. പിതാവ് ജോർജ് വർഗീസും ആംബുലൻസ് ഉടമയും പൊതുപ്രവർത്തകനുമായ ഉടമ ജൂബി ചക്കുതറയും താനും ചേർന്ന് പരിക്കേറ്റ അനുവിനെ എടുത്ത് ആംബുലൻസിൽ കയറ്റുകയായിരുന്നു. അപകടം നടന്ന സ്ഥലത്തെ വീട്ടിലെ അനു ജോർജും കുടുംബാംഗങ്ങളുമാണ് ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അനുവിനെ ആംബുലൻസിൽ കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മറ്റുള്ളവരെ കൊണ്ടുപോകാനായി മുറിഞ്ഞക്കല്ലിലേക്ക് ജൂബി തിരിച്ചത്. അവിടെ എത്തിയപ്പോഴേക്കും പോലീസും അഗ്നിരക്ഷാസേനയും എത്തി ബാക്കിയുള്ളവരെ പുറത്തെത്തിച്ചിരുന്നു. ഇതിൽ 2 പേരെയും ഇതേ ആംബുലൻസിലാണ് കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.